ഹായ് ഓൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന +1 ക്ലാസ്സിലെ ചാപ്റ്റർ 6 റിഡോക്സ് റിയാക്ഷനകത്ത് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ. ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ആസിഡ് മീഡിയം നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇൻ ആസിഡ് മീഡിയം, അല്ലെങ്കിൽ ബേസിക് മീഡിയം, അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇൻ ആസിഡ് മീഡിയം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Cr2O7 2- plus SO4 2- gives Cr3+ plus SO4 2-. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെറ്റലിനെ ബാലൻസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മെറ്റലിനെ ബാലൻസ് ചെയ്യുക. മെറ്റലിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നോക്കുന്ന ഇതിൻ്റെ അകത്ത് ഈ Cr-നകത്ത് ഇത് മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് നോക്കുക. ഇതിൻ്റെ അകത്ത് ആദ്യം ഏതാ മെറ്റലായിട്ട് വരുന്നത്? Cr, ക്രോമിയം അല്ലേ. ഇതിൻ്റെ അകത്ത് S അല്ലേ. അപ്പം നമ്മൾ Cr ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എത്രയുണ്ടെന്ന് നോക്കുക. Cr ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്, ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അതിനെ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യുക, 2 എണ്ണം ആക്കുക. ഓക്കെ, 2 എണ്ണം ആക്കി. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മെറ്റൽ ബാലൻസിങ്. മെറ്റൽ ബാലൻസിങ് മെറ്റൽ ബാലൻസിങ്ങിനകത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. മെറ്റൽ ബാലൻസിങ് വരുമ്പോഴത്തേനും ഫസ്റ്റ് Cr2O7 2- plus SO3 2- gives Cr3+ plus SO4 2-. ആദ്യം നമ്മൾ എന്താ പറഞ്ഞ? മെറ്റൽ ബാലൻസിങ് എന്നല്ലേ പറഞ്ഞ. മെറ്റൽ ബാലൻസിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഇക്വേഷനകത്ത് ആദ്യം ആരാണോ കിടക്കുന്നത് അത് മെറ്റൽ. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ Cr ക്രോമിയം അല്ലേ. ക്രോമിയം ഇവിടെ 2 എണ്ണം ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആദ്യം അതിനെ ബാലൻസ് ചെയ്യുക, 2 എണ്ണാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസ് ബാലൻസ് ആയി. ഇനി സൾഫർ, ഈ അടുത്ത ഇക്വേഷനകത്ത് നോക്കുക. സൾഫർ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെ ഇക്വേഷൻ നമ്മൾ മെറ്റൽ ബാലൻസിങ് കഴിഞ്ഞു. മെറ്റൽ ബാലൻസിങ് കഴിഞ്ഞു, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റൽ ബാലൻസിങ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇക്വേഷൻ ഇതൊന്നുകൂടി ഒന്ന് എടുത്ത് എഴുതുവാണ്. Cr2O7 2- plus SO3 2- gives 2Cr3+ plus SO4 2-. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് ഏതാണ്? Cr2O7. ഒന്നെങ്കിൽ അറിയാൻ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആദ്യമേ നമ്മളിവിടെ എന്ത് എഴുതുക? Cr2O7 എന്ന് എഴുതുക. O7 2-. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ X വെച്ച് X Y Z വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടെ 2X പ്ലസ് അല്ലേ 7Y അല്ലേ. 7Y = 0 വരെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? -2 അല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ചാർജ് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ 0 ആയിരുന്നു. ഇതിപ്പോൾ ചാർജ് ഉള്ളതുകൊണ്ട് -2 ആണ്. അപ്പോൾ 2X പ്ലസ് വൈയുടെ നമുക്ക് Y എന്ന് പറയുന്നത് ഇത് X-ഉം Cr X എന്നും ഓക്സിജൻ Y എന്നും അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. അപ്പം -2 ആകുമ്പോഴത്തേക്കിനും 7 × -2 എന്ന് പറയുമ്പോൾ -14 വരും. -14 = -2. അപ്പം 2X = -2 + 14 അല്ലേ. സമത്തിനപ്പുറം പോകുമ്പോൾ +14, അപ്പോൾ +12 വരും. +12. അപ്പോൾ നമുക്കറിയാം Cr2ന്റെ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് 2X തന്നെ നോക്കുക. ഇപ്പം X എന്ന് പറയുമ്പോൾ നമുക്ക് 6 ആണ് വരുന്നത്. പക്ഷേ എങ്കിൽ ആ Cr-ന്റെ അല്ല നമുക്ക് വേണ്ടത്, Cr2ന്റെ ആണ്. അപ്പോൾ അത് ഓൾറെഡി എന്താണ്? 12 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടി, +12 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് SO3 2- ഇതുപോലെ തന്നെ എഴുതുക. SO3 2-. S എന്ന് പറയുന്നത് X അല്ലേ. X, Y എന്ന് പറയുന്ന ഓക്സിജൻ. X മൈനസ് അല്ലെങ്കിൽ X പ്ലസ് 3Y = 2. മുകളിൽ -2 ഇല്ല, അപ്പോൾ -2. അപ്പം X
ഇതിന്റെ ഓക്സിജൻ വരുമ്പോഴത്തേനും മൈനസ് വൈയുടെ സ്ഥാനത്ത് -2 അല്ലേ, അപ്പൊ -6 ഈക്വൽ ടു അല്ലെ 2 ഇൻറ്റു -2 ഇൻറ്റു 3 എന്ന് പറയുന്നത് -6 ഈക്വൽ ടു -2. എക്സ് ഈസ് ഈക്വൽ ടു -2 സമത്തിനപ്പുറം പോകുമ്പോൾ +6 +4 വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് വരും? സൾഫറിന്റെ +4. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൗണ്ട് ചെയ്യുന്നതിനകത്ത് നമ്മൾ CR കണ്ടുപിടിച്ചു, അടുത്ത് നമ്മൾ സൾഫറിന്റെ കണ്ടുപിടിച്ചു, ഓക്സിജന്റെ ഒക്കെ നമുക്ക് അറിയാവുന്ന. ഇനി ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് CR 3+ ആയിരുന്നു എന്ന് അറിയാം. അപ്പൊ ഇവിടെ 2 CR ആണെങ്കിൽ അത് എത്ര വരും? 6+ വരും. രണ്ടെണ്ണം വലിയ വരുന്ന ഒരു CR 3+ ആണെങ്കിൽ 2 CR ആകുമ്പോൾ 6+ ആവും. ഇനി അടുത്തത് SO4 2- ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. SO4 2-. അപ്പൊ എങ്ങനെ? ഇത് എക്സ് പ്ലസ് 4y ഈക്വൽ ടു -2 അല്ലേ. എക്സ് വൈയുടെ വാല്യൂ നമുക്ക് -2 ആണെന്നറിയാം. അപ്പം 4 ഇൻറ്റു -2 എന്ന് പറയുന്നത് -8 ആണ്. -2 എക്സ് ഈക്വൽ ടു -2 + 8 +6 വരും. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും? +6. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ, അതായത് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷന്റെ അകത്ത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിനകത്ത് നമ്മൾ എന്താണ്, ഫസ്റ്റ് മെറ്റലിനെ ബാലൻസ് ചെയ്തു, സെക്കൻഡ് വൺ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു, കൗണ്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓക്സിഡേഷൻ നമ്പറിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഈ ഓക്സിഡേഷൻ നമ്പറിനെ കൗണ്ട് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് മെറ്റലിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എത്രയാണ്? CR2 എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പറേ അത് എത്രയുണ്ട്? ഇവിടെ വരുമ്പോൾ ഈ CR നമുക്ക് 6 ആകുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടുത്തെ CR +12 ഇപ്പുറത്തെ CR സമത്തിനപ്പുറമുള്ള ആരമാർക്കിനപ്പുറമുള്ള CR +6 ആണ്. അപ്പൊ ഇതിന്റെ +12 +6 തമ്മിലുള്ള ചേഞ്ച് വ്യത്യാസം എന്ന് പറയുന്നത് പ്ലസും മൈനസും ഒന്നും നോക്കണ്ട, വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. 12ഉം 6 നമുക്ക് ചേഞ്ച് എത്രയാണ് വരുന്നത്? 6 വരുന്നത് അല്ലെ. ചേഞ്ച് 6 പ്ലസും മൈനസും ഒന്നും ഇടണ്ട, ചേഞ്ച് 6 എന്ന് കൊടുക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് സൾഫറിന്റെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടെ +4ഉം ഇവിടെ +6ഉം. സൾഫറിനെ നോക്കുമ്പോൾ +4ഉം +6ഉം. അപ്പൊ അവിടെ 4ഉം 6ഉം. ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് നമുക്ക് 2 അല്ലേ വരുന്നത്, ചേഞ്ച് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് മെറ്റലിനെ ബാലൻസ് ചെയ്തു, സെക്കൻഡ് വണ്ണിനകത്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതിനെ? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. പിന്നെ ആ ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ചിനെ കണ്ടുപിടിച്ചു. ആ ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ചിനെ നമുക്ക് ഇവിടെ താഴത്തെ ക്രോമിയത്തിന് നമുക്ക് 6 ആണെന്നും അതുപോലെ തന്നെ സൾഫറിന് നമുക്ക് 2 ആണെന്ന് പറയാം. ഇനി ഈ ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുപോലെ ആക്കുക. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 2 ആണ്, ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 6 ആണ്. അതിനെ ഒരുപോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ 6ലോട്ട് മാറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 3 വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് 6 ആവത്തില്ലേ. അപ്പൊ ഇത് രണ്ടും ചേഞ്ച് ഒരുപോലെ ആയില്ലേ. അപ്പൊ നമ്മൾ ഏതിനെയാണോ ചേഞ്ച് ചെയ്യാൻ, അതായത് ഈ 3 എന്ന് പറയുന്നത് എക്സ് ആകാൻ നമ്മൾ ഏതിനെയാണോ ഗുണിച്ചത്, അതായത് ഈ സൾഫറിനെ അല്ലേ നമുക്ക് ചേഞ്ച് മാറ്റേണ്ടത് അല്ലെ. അപ്പൊ ക്രോമിയം 6 തന്നെയാണ് അവിടെ കിടക്കുന്നത്, അതിനൊന്നും ചെയ്യണ്ട. ഇവിടെ സൾഫറിനകത്താണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 3 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. ചേഞ്ച് ഒരുപോലെ ആക്കാനായിട്ട് നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തത് സൾഫറിന്റെ കേസിലാണ്. അപ്പൊ നമ്മൾ ആ സൾഫറിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? 3 കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് അതുപോലെ എഴുതുവാണ്. CR2O7 2- ഇവിടെ +12 അതുപോലെ തന്നെ SO3 2- +4 gives 2CR3 +6 SO4 2- അതുപോലെ തന്നെ ഇവിടെ +6. അപ്പൊ നമ്മൾ സൾഫറിന്റെ കേസിലാണ് നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ സൾഫറിന് നമ്മൾ എന്ത് ചെയ്യുക? 3 വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പൊ ആ സ്റ്റെപ്പ് ബാലൻസ് ആയി അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓക്സിജന്റെ നമ്പർ കണ്ടുപിടിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓക്സിജന്റെ നമ്പർ കൗണ്ട് ചെയ്യാനായിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയെണ്ണം ഉണ്ട്? ഇവിടെ 7 ഓക്സിജൻ 7 പ്ലസ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇത് കോമൺ ആയിട്ട് 3 എണ്ണം പ്ലസ് 3 9 അല്ലെ. 9 7 ഇവിടെ എത്ര വരും? അല്ലെങ്കിൽ ഇവിടെ 7 + 9 അല്ലെ. ടോട്ടൽ ഇവിടെ 16 എണ്ണം വരും. അതേപോലെ തന്നെ ഇവിടെ 12 എണ്ണം അല്ലെ. 3 12 4 ഓക്സിജൻ കോമൺ ആയിട്ട് 3 12 ഓക്സിജൻ.
ഓക്സിജൻ, ഇവിടെ 16 ഓക്സിജൻ. ഇനി ഇത്രയും നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിനകത്ത് ആസിഡ് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഇവിടം വരെ ഒരേ സ്റ്റെപ്പാണ്. ഇനി അടുത്തതെന്ന് പറയുന്ന ആസിഡ് മീഡിയം ആണെങ്കിൽ ഒരു ഇതിൽ വരും, അതുപോലെ തന്നെ ബേസിക് മീഡിയം ആണെങ്കിൽ വേറൊരു രീതിയിലും വരും. അപ്പം ഓക്സിജന്റെ നമ്പർ കണ്ടുപിടിക്കുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്സിജന്റെ നമ്പർ കണ്ടുപിടിക്കുന്നിടം വരെ സെയിം ആണ്, ആസിഡ് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഇൻ ഓക്സിഡേഷൻ മെത്തേഡിനകത്ത്. ഓക്കെ, ഇനി അപ്പൊ അടുത്തത് ഈക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതുവാണേ. മൂന്നാമത്തെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നോക്കുക. ഇതിനകത്ത് നമുക്കിവിടെ 16 ഓക്സിജൻ ആണുള്ളത്, 16 ഓക്സിജൻ, ഇവിടെ 12 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ ഇതിന് ചേഞ്ച് എത്രയാണെന്ന് നോക്കുക. 4 നമ്മുടെ ചേഞ്ച്, 16 12 നമ്മുടെ ചേഞ്ച് വരുന്നത് 4. അപ്പം എവിടെയാണ് ആ കുറവ് വന്നിരിക്കുന്നത് നോക്കുക. ഓക്സിജന്റെ അകത്ത് നമുക്ക് ഏത് സൈഡിലാണ് വന്നിരിക്കുന്നത്? റൈറ്റ് സൈഡിലാണ്. 12 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് 4 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ ആ 4 എണ്ണത്തിന്റെ കുറവ് ഇൻ ആസിഡ് മീഡിയം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യുക, ആ ഇതിനകത്ത് ഇവിടെ 16 ഇവിടെ 12 ആണ്, നമ്മൾ 4 നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. ആ 4 വാട്ടറിനെ ആ കുറവുള്ളടത്ത് ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടെ ആ സ്റ്റെപ്പ് എഴുതാം. മുകളിലത്തെ Cr2O7 2 മൈനസ് ഇവിടെ പ്ലസ് 12 ഉണ്ട്, പ്ലസ് 3 SO3 2 മൈനസ് പ്ലസ് 4 നമ്മൾ കണ്ടുപിടിച്ചത് ഗീവ്സ് 2Cr 3 പ്ലസ് ഓൾറെഡി ഉള്ളത്, പിന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ച 6 പ്ലസ് 3SO4 2 മൈനസ്. അപ്പൊ നമ്മുടെ ഓക്സിജൻ ഇവിടെ 16 ഇവിടെ 12. ഇൻ ആസിഡ് മീഡിയം ആണെങ്കിൽ എത്രയാണോ കുറവ്, അത് ഏത് സൈഡിലാണോ കുറവുള്ളത് അത്രയും വാട്ടറിനെ ആ സൈഡിൽ ആഡ് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് 16 ഇവിടെ 12 ആണ്, 4 നമുക്ക് കുറവ് വന്നിരിക്കുന്നത്. അത് റൈറ്റ് സൈഡിലാണ് കുറവ് വന്നിരിക്കുന്നത്. അത്രയും വാട്ടറെ 4 വാട്ടറിനെ തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക, കുറവുള്ള സ്ഥലത്ത് ആഡ് ചെയ്യുക. ആസിഡ് മീഡിയത്തിലെ കാര്യമാണ്. അതിൻ്റെ ഇരട്ടി H+ അയോൺസിനെ ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 വാട്ടറിനെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇരട്ടി എന്താണ്? 8 H+നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ റിഡോക്സ് റിയാക്ഷനകത്ത് നമ്മുടെ ബാലൻസിങ്, അതായത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഓക്കെ,